ഹായ് ഫ്രണ്ട്സ്, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് 2267 കോടി രൂപയിലധികം വന്ന് നിങ്ങൾ എന്ത് ചെയ്യും? ഒന്ന് അന്താളിച്ചു പോകില്ലേ? ഒന്ന് നിങ്ങൾ ഞെട്ടും. എവിടുന്ന് വന്നു, എങ്ങനെ വന്നു, ആരയച്ചു, എങ്ങനെ കിട്ടി എന്നൊക്കെ ഭയങ്കര ഉത്കണ്ഠ, ആശങ്ക, അതൊക്കെ പിന്നാലെ അങ്ങ് വന്നു പോകും. അങ്ങനെ ഒരു സംഭവമുണ്ട്. ഇവിടെ അല്ല, അങ്ങ് അബുദാബിയിൽ വെച്ച്. പക്ഷെ അതൊരു മലയാളിക്ക് തന്നെയാണ് ആ സംഭവം ഉണ്ടായത്. പെട്ടെന്ന് ഇയാളുടെ അക്കൗണ്ടിലേക്ക് ഇന്ത്യൻ മണിയായ 2267 കോടിയിലധികം രൂപ വന്നു. അതായത് ഇന്ത്യൻ മണിയായി കണക്കാക്കുമ്പോൾ 2267 കോടിയിലധികം രൂപ. വെറും 15,000 ദിർഹം മാത്രം ഉണ്ടായിരുന്ന അക്കൗണ്ടാണ്. ആ അക്കൗണ്ടിലേക്കാണ് നമ്മുടെ നാട്ടിലെ 2267 കോടി രൂപ വന്നത്. ആൾക്ക് ആദ്യം മെസ്സേജ് ആയിട്ടാണ് ഈ സംഭവം അറിഞ്ഞത്. അപ്പോൾ മെസ്സേജ് കണ്ടപ്പോൾ പുള്ളിക്ക് വലിയ വിശ്വാസമൊന്നുമല്ല. കാരണം നമുക്കും ഇങ്ങനെയൊക്കെ മെസ്സേജുകളൊക്കെ പെട്ടെന്നൊക്കെ എവിടെന്നെങ്കിലൊക്കെ വരാറുണ്ടല്ലോ, അത്ര ഉണ്ട് എന്നൊക്കെ പെട്ട്. അപ്പോൾ പുള്ളി ഇതേപോലെ മെസ്സേജ് കണ്ടപ്പോൾ വിശ്വസിച്ചില്ല. നേരെ ATM മെഷീനിലേക്ക് പോയി. ATM കാർഡ് ഇട്ട് പരിശോധിച്ചപ്പോൾ സംഭവം ബാലൻസ് അത്രത്തോളം ഉണ്ട്, അത്ര കോടി രൂപ. പുള്ളിക്ക് എന്നിട്ടും ഒന്നും ഉറപ്പിക്കാൻ വയ്യ. സംഭവം ഒന്നും കൂടെ ഉണ്ടോയെന്നോ സത്യമാണോ നോക്കാൻ വേണ്ടി പുള്ളി നേരെ ബാങ്കിലേക്ക് വിട്ടു. ബാങ്കിൽ പോയി പരിശോധിച്ച് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ എടുത്തപ്പോൾ സംഭവം സത്യമാണ്. 2267 കോടിയിലധികം രൂപ അയാളുടെ അക്കൗണ്ടിലേക്ക് വന്നിരിക്കുന്നത്. പുള്ളിക്കാകെ ബേജാറായി. ഉത്കണ്ഠയായ, ആശങ്കയായ, എല്ലാം ഭയമൊക്കെ എല്ലാം ഒരുമിച്ച് വന്നു. അങ്ങനെ പുള്ളി എന്ത് ചെയ്ത് ബാങ്കുകാർക്ക് പരാതി കൊടുത്തു. പരാതി മീൻസ് എൻ്റെ അക്കൗണ്ടിലേക്ക് ഇത്ര രൂപ എവിടുന്നോ അൺനോണായി വന്നിട്ടുണ്ട്, ഇതെന്താണെന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ബാങ്കുകാർക്ക് അപ്പോഴാണ് സംഭവം അമളി മനസ്സിലായത്. വേറെ ഏതോ അക്കൗണ്ടിൽ നിന്നോ മറ്റെന്തോ ടെക്നിക്കൽ എറായിട്ട് ഇയാളുടെ അക്കൗണ്ടിലേക്ക് വന്നാണ്. വിത്തിൻ 3 days 3 ദിവസത്തിൻ്റെ ഉള്ളിൽ ബാങ്കുകാർ ആ കാശ് പിൻവലിച്ചു. അയാളുടെ അക്കൗണ്ടിൽ നിന്ന് പോയി. പെട്ടെന്നൊരു കോടീശ്വരനായി. അത് അപ്പം തന്നെ വെറും ലക്ഷാധിപതിയായി എന്ന് പറഞ്ഞ പോലെ വീണ്ടും പുള്ളിയുടെ പഴയ അമൗണ്ടിലേക്ക് മാത്രം വന്നു. അങ്ങനെ പുള്ളി പക്ഷേ വീണ്ടും പരിശോധിച്ചു. കാരണം ഉള്ള 15,000 ദിർഹം അതിൽ തന്നെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വീണ്ടും പരിശോധിച്ചപ്പോൾ സംഭവം അതിലുണ്ട്. പുള്ളി അപ്പോൾ ഹാപ്പിയായി. അപ്പോഴാണ് പുള്ളിക്ക് ശരിക്കും ആശ്വാസമായത്. കാരണം അയാളുടെ പൈസ, അയാൾ സമ്പാദിച്ച കാശ് അതിൽ തന്നെ ഉണ്ട്. ബാക്കിയുള്ള അൺനോണായി വന്ന, അതായത് അർഹതയില്ലാത്ത കാശ് തിരികെ പോയി. അപ്പോൾ പുള്ളിക്ക് വളരെ ഹാപ്പിയായി, പുള്ളി ആശ്വാസമായി, പുള്ളിക്ക് വലിയ അതിൽ തൃപ്തിയായി. പക്ഷെ നമ്മളൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ ചെയ്യുമെന്നുള്ളത് വേറെ വിഷയം, അതൊക്കെ മറ്റു കാര്യങ്ങൾ. അങ്ങനെ പുള്ളി ഹാപ്പിയായി. പുള്ളി ഈ സംഭവം അങ്ങനെ വലിയ ചർച്ചയായി, വാർത്തയായി. കോഴിക്കോട് മൊഴീക്കൽ സ്വദേശി, അതുപോലെ തന്നെ ദുബായിലെ RTA ബസ് ഡ്രൈവറായ യാസറിനാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അപ്പോൾ പക്ഷേ അദ്ദേഹം ആൾ വളരെ മാന്യമായി ആ കാശ്, അതായത് അർഹമില്ലാത്ത കാശ് തൻ്റെ അക്കൗണ്ടിൽ വേണ്ട എന്ന് പറഞ്ഞ് ബാങ്കിനെ അറിയിക്കുകയും കൃത്യമായിട്ട് അത് പിൻവലിപ്പിക്കുകയൊക്കെ ചെയ്തു. പുള്ളിക്ക് ആകെ ഉണ്ടായിരുന്ന പേടി എന്ന് വെച്ചാൽ, കാരണം ഇതിന് പിന്നാലെ വല്ല നിയമപ്രശ്നങ്ങളോ മറ്റൊക്കെ വരുമോ എന്നൊക്കെ ആയിരുന്നു പുള്ളിക്ക് ഉണ്ടായിരുന്ന വലിയ ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ക്ലിയറാക്കി, ബാങ്ക് തന്നെ അത് ക്ലിയറാക്കി കൊടുത്തു. സുഹൃത്തുക്കളുടെയൊക്കെ ഉപദേശം കൊണ്ടാണ് പുള്ളി കൃത്യമായി ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ നമ്മളിൽ എത്ര പേര് ഇത്തരം ഇതുപോലെ തിരിച്ച് കൊടുക്കും അല്ലെങ്കിൽ പരാതിയൊക്കെ പറയുന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം. അപ്പോൾ പുതിയൊരു വ്യത്യസ്തമായും അതുപോലെ തന്നെ ഇൻഫർമേറ്റീവായ വിഷയവുമായി വീഡിയോ ആയിട്ട് വരാം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഈ ചാനൽ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോയെക്കുറിച്ച് കൂടുതൽ അഭിപ്രായങ്ങൾ പറയുക, നിർദ്ദേശങ്ങൾ പറയുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ.